ഹായ് മക്കളെ, നമസ്കാരം. +1 മലയാളത്തിലെ TP രാജീവൻ്റെ മത്സ്യം എന്ന പാഠഭാഗമാണ് ഇന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സെറ്റാക്കാൻ പോകുന്നത്. മക്കൾ എന്ത് ചെയ്യുക, റെഡി ആയിട്ട് എൻ്റെ കൂടെ ഇരുന്നോളുക. ക്ലാസ് മുഴുവനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ ഈ ക്ലാസ് മതി, ഇനി ഈ പാഠം ചെയ്യേണ്ടി വരില്ല, നമുക്ക് പഠിക്കേണ്ടി വരില്ല. ഓക്കെ, സെറ്റാണല്ലോ. മത്സ്യം യൂണിറ്റ് 1 ചാപ്റ്റർ 4 TP രാജീവൻ. മലയാളത്തിലെ ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയൻ നോവലിസ്റ്റ് തച്ചമ്പൊയിൽ രാജീവൻ എന്ന പേരിൽ ഇംഗ്ലീഷിൽ കവിതകളും ലേഖനങ്ങളും എഴുതാറുണ്ട്. 1959 കോഴിക്കോട് പാലേരിയിലാണ് ജനനം. പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ സിനിമ കണ്ടിട്ടുണ്ടല്ലോ. എഴുതിയിരിക്കുന്ന TP രാജീവൻ. വാതിൽ, രാഷ്ട്രതന്ത്രം, കോരിത്തരിച്ച നാൾ, വയൽക്കര ഇപ്പോഴില്ലാത്ത, പ്രണയശതകം, പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, KTN കോട്ടൂർ, എഴുത്തും ജീവിതവും, പുറപ്പെട്ടു പോകുന്ന വാക്ക്, അതേ ആകാശം, അതേ ഭൂമി എന്നിവയാണ് TP രാജീവൻ്റെ പ്രധാന കൃതികൾ. പാഠഭാഗം ഞാനിവിടെ കൊണ്ടുവന്നിട്ടില്ല. പാഠസംഗ്രഹം അത് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് കയ്യിലേക്ക് തരാം. പിടിച്ചോ. പാഠസംഗ്രഹം. ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനാണ് TP രാജീവൻ. സാമൂഹികമായ പ്രശ്നങ്ങളിൽ സൂക്ഷ്മബോധത്തോടെ ഇടപെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. ആധുനിക കവിതകൾ പിന്തുടർന്ന സങ്കീർണ രചനാശൈലികളിൽ നിന്ന് വ്യത്യസ്തമായി സുതാര്യവും ലളിതവുമായി പ്രശ്നങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. വലിയ ആഖ്യാനങ്ങൾക്ക് പകരം തീരെ ചെറിയ അവതരണങ്ങളിലേക്ക് അത് മാറി. ചെറുതുകളുടെ അതിജീവനമാണ് മത്സ്യം എന്ന കവിതയുടെ ആശയം. ചെറുതുകളുടെ അതിജീവനം. വലിയ ഭീമൻ സ്രാവുകൾക്കിടയിൽ ചെറിയ മത്സ്യങ്ങൾക്ക് നിൽക്കാതെ പോകും, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽപ്പില്ലാതെ പോകും. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ അവസ്ഥകൾക്ക് പലപ്പോഴും നിൽക്കാൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വലുതിനോട് മത്സരിക്കേണ്ടി വരുന്നു. അപ്പോൾ ചെറുതുകളുടെ അതിജീവനമാണ് മത്സ്യം എന്ന കവിതയുടെ ആശയം. ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ അരക്ഷിതാവസ്ഥയും ഒറ്റക്കാണെങ്കിലും പൊരുതി അതിജീവിക്കാനുള്ള ശ്രമങ്ങളും ഇക്കാലത്തെ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ അരക്ഷിതാവസ്ഥയും ഒറ്റക്കാണെങ്കിലും പൊരുതി അതിജീവിക്കാനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങൾ ഇക്കാലത്തെ പ്രത്യേകതയാണ്. മനുഷ്യ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന പല സാഹചര്യങ്ങളും പ്രതീകാത്മകമായി മത്സ്യം എന്ന കവിതയിൽ കാണാം. മനുഷ്യ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന പല സാഹചര്യങ്ങളും പ്രതീകാത്മകമായി മത്സ്യം എന്ന കവിതയിൽ കാണാം. എന്തൊക്കെയാണ്? ആഗോള വിപണിയെക്കുറിച്ച് പരാമർശിക്കുന്നു. മുതലാളിത്തവും സാധാരണ മനുഷ്യ ജീവിതത്തെ ഹനിക്കുന്നതാണ്. വലക്കണ്ണികളും പരുന്തിൻ്റെ ആക്രമണവും ഉപ്പളങ്ങളുമൊക്കെ ഇത്തരം അപകട സാധ്യതകളെ കവിതയിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. മനുഷ്യ സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെടുന്നത് സ്വന്തം ചുറ്റുപാടുകളിൽ തന്നെയാണ്. ആ ചുറ്റുപാടുകളുടെ നാശം നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നാശത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മത്സ്യത്തിൻ്റെ സ്വതന്ത്ര ജീവിതത്തിൻ്റെ അപകടപ്പെടുത്തൽ കൈ ചൂണ്ടുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിലേക്ക് തന്നെയാണ്. സെറ്റാണല്ലോ. സെറ്റ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ മത്സ്യം പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ? പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ മത്സ്യം പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ? സമകാലിക യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കവിതയാണ് മത്സ്യം. ഇരകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത്. പരുന്തിൻ കണ്ണുകളും ചൂണ്ടക്കൊളുത്തുകളും ചതിക്കുഴികളുമായി കാത്തിരിക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. മതന്യൂനപക്ഷങ്ങൾ, അവശജനവിഭാഗങ്ങൾ, അരികവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ, ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതീകമാണ് മത്സ്യം. സെറ്റാണല്ലോ. സമകാലിക യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കവിതയാണ് മത്സ്യം. ഇരകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത്. പരുന്തിൻ കണ്ണുകളും ചൂണ്ടക്കൊളുത്തുകളും ചതിക്കുഴികളുമായി കാത്തിരിക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. മതന്യൂനപക്ഷങ്ങൾ, അവശജനവിഭാഗങ്ങൾ, അരികവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ, ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതീകമാണ് മത്സ്യം. സെറ്റാണല്ലോ. ഓക്കെ. തൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് കുതിക്കുന്ന മത്സ്യം ചെറുതുകളുടെ അതിജീവനത്തെ സൂചിപ്പിക്കുന്നു. പ്രലോഭനങ്ങളിൽ വഴങ്ങാതെ സ്വതന്ത്രമായി ജീവിക്കുന്നവനെ വേട്ടയാടി പിടിക്കുന്ന തന്ത്രം തന്നെയാണ് ഈ കവിതയിലും കാണുന്നത്. ഓക്കെ, ഫുൾ സെറ്റാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മത്സ്യം എന്ന പദം സാമാന്യ വ്യവഹാരത്തിൽ കവിഞ്ഞ് എന്ത് ആശയമാണ് ഈ കവിതയിൽ സൃഷ്ടിക്കുന്നത്? നോട്ട് ചെയ്തു വെച്ചോ. മത്സ്യം എന്ന പദം സാമാന്യ വ്യവഹാരത്തിൽ കവിഞ്ഞ് എന്ത് ആശയമാണ് ഈ കവിതയിൽ സൃഷ്ടിക്കുന്നത്? നിരന്തരമായി പോരാട്ടത്തിൽ ഏർപ്പെടുന്ന, ജീവിതം തന്നെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായി മാറുന്ന സാധാരണ മനുഷ്യൻ്റെ പ്രതീകമാണ് ഈ കവിതയിലെ മത്സ്യം. മനുഷ്യ സ്വാതന്ത്ര്യത്തെ മത്സ്യം പ്രതിനിധീകരിക്കുമ്പോൾ കടൽ അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വന്തം സമൂഹം തന്നെയാണ്.
ഏറ്റുമുട്ടലിൽ ഒറ്റക്കായി പോകുന്ന വ്യക്തിയുടെ അതിജീവനമാണ് ഈ കവിത. പ്രലോഭനങ്ങളിലും ചതിക്കുഴികളിലും അകപ്പെടാതെ ഒഴുക്കിനെതിരെ നീന്തി വലക്കണ്ണികൾ പൊട്ടിച്ചെറിഞ്ഞ് സമർത്ഥനായ ഒരു പോരാളിയെ പോലെ അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കുന്നു. മനുഷ്യാവകാശങ്ങളെ ഇല്ലാതാക്കുന്ന മതഭീകരതകളും ഈ കവിതയിൽ കടന്നു വരുന്നു. ചെറിയ ചെറുത്തുനിൽപ്പുകൾക്കും ചരിത്രത്തിൽ അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് കവിത ചൂണ്ടിക്കാട്ടുന്നു. ചെറിയ ചെറുത്തുനിൽപ്പുകൾക്കും സമൂഹത്തിൽ അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് കവിത ചൂണ്ടിക്കാട്ടുന്നു. പുതിയ ലോകക്രമത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതീകമായിട്ട് ആര് വരുന്നു? മത്സ്യം വരുന്നു. ഒന്നുകൂടി ഓർത്തു വെച്ച്, നിരന്തരമായി പോരാട്ടത്തിലേർപ്പെടുന്ന, ജീവിതം തന്നെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായി മാറുന്ന സാധാരണ മനുഷ്യൻ്റെ പ്രതീകമാണ് ഈ കവിതയിലെ മത്സ്യം. മനുഷ്യ സ്വാതന്ത്ര്യത്തെ മത്സ്യം പ്രതിനിധീകരിക്കുമ്പോൾ കടൽ അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വന്തം സമൂഹം തന്നെയാണ്. ഏറ്റുമുട്ടലിൽ ഒറ്റക്കായി പോകുന്ന വ്യക്തിയുടെ അതിജീവനമാണ് ഈ കവിത. പ്രലോഭനങ്ങളിലും ചതിക്കുഴികളിലും അകപ്പെടാതെ ഒഴുക്കിനെതിരെ നീന്തി വലക്കണ്ണികൾ പൊട്ടിച്ചെറിഞ്ഞ് സമർത്ഥനായ ഒരു പോരാളിയെപ്പോലെ അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കുന്നു. മനുഷ്യാവകാശങ്ങളെ ഇല്ലാതാക്കുന്ന മതഭീകരതകളും ഈ കവിതയിൽ കടന്നു വരുന്നു. ചെറിയ ചെറുത്തുനിൽപ്പുകൾക്കും ചരിത്രത്തിൽ അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് കവിത ചൂണ്ടിക്കാട്ടുന്നു. പുതിയ ലോകക്രമത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതീകമാകുന്നു മത്സ്യം. സെറ്റാണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മത്സ്യം ആർക്കും വഴങ്ങിക്കൊടുക്കാത്ത സ്വതന്ത്രദാഹിയാണ്. ലോകത്തിന് എന്ത് സംഭവിച്ചാലും അതൊന്നും അറിയാതെ തൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന പ്രായോഗികമതിയും ഒറ്റയാനുമാണ് മത്സ്യം. ഈ രണ്ട് നിരീക്ഷണങ്ങളെ പരിശോധിക്കുക. കടലിനെയും മത്സ്യത്തെയും പ്രതീകമാക്കി മനുഷ്യൻ്റെ അതിജീവന തന്ത്രങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്ന കവിതയാണ് മത്സ്യം. പല രീതികളിൽ ഈ കവിത നമുക്ക് വായിക്കാവുന്നതാണ്. ഏത് ചെറുത്തുനിൽപ്പിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള വിദ്യകൾ പുതിയ ലോകക്രമം ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല. നമ്മളെ കീഴടക്കാൻ വേണ്ടി ആഗോള വിപണി എന്ത് ചെയ്യുന്നുണ്ട്? പല രൂപത്തിൽ തയ്യാറായി നിൽക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് സാധിക്കില്ല. കടൽത്തിര എത്ര ശ്രമിച്ചിട്ടും മണൽത്തരിയോളം പോകുന്ന മത്സ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ല. നിലനിൽപ്പിന് വേണ്ടിയാണ് മത്സ്യത്തിൻ്റെ പോരാട്ടം. കടൽത്തിരയെ കീഴടക്കാനോ അതിനു മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനോ മത്സ്യം ശ്രമിക്കുന്നില്ല. മനുഷ്യ സ്വാതന്ത്ര്യത്തെയാണ് മത്സ്യം പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും തികച്ചും സ്വതന്ത്രനായി നിലനിൽക്കാൻ ശ്രമിക്കുന്ന ചെറുതുകളുടെ പ്രതിനിധിയാണ് ഇതിലെ മത്സ്യം. സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് മുന്നേറുമ്പോഴും പിറകിൽ അവനെ ദഹിപ്പിക്കാൻ കടൽ പാഞ്ഞെത്തുന്നുണ്ട്. മുന്നിലെ തടസ്സങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നി കുതിക്കുന്ന അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം ആവാസ വ്യവസ്ഥ തന്നെയാണ്. ഒരു പ്രലോഭനങ്ങളിലും വീഴാത്ത സ്വാതന്ത്ര്യ ബോധമാണ് ഇവിടെ മത്സ്യത്തിൻ്റെ കരുത്തായി മാറുന്നത്. ലോകം മുഴുവൻ തനിക്കെതിരെ തിരിയുമ്പോഴും എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെട്ട് പുതിയൊരു വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ തുനിയുന്ന മത്സ്യം തികഞ്ഞൊരു പ്രായോഗിക മതി കൂടിയാണ്. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ? കവിത നന്നായിട്ട് വായിക്കുക, സംഗ്രഹം ഒന്ന് നോക്കുക, ചോദ്യോത്തരം പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.